രുചിക്കൂട്ട്. രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊട്ടറ്റോ അഥവാ ഉരുളക്കിഴങ്ങ് നമ്മുടെ അടുക്കളയിലെ സ്ഥിരം സാന്നിധ്യമാണ്. എന്നാൽ സ്വീറ്റ് പൊട്ടറ്റോ അഥവാ മധുരക്കിഴങ്ങ് അധികം മധുരമായിരിക്കും എന്നോർത്ത് അങ്ങനെ നമ്മളൊന്ന് ഉപയോഗിക്കാറില്ല. ആരാണിതിൽ കേമൻ എന്ന് ചോദിച്ചാൽ രണ്ടും ഗുണസമ്പന്നം എന്ന് പറയാം. സ്വീറ്റ് പൊട്ടറ്റോ പല നിറത്തിലും വലുപ്പത്തിലും ഒക്കെ ലഭ്യമാണ്. ഓറഞ്ച്, പേർപ്പിള്, വെള്ള തുടങ്ങിയ നിറങ്ങളിൽ കിട്ടും. അപ്പൊ ഈ ഓരോ നിറത്തിലുള്ളവയിലും ചില ഘടകങ്ങൾ ഏറിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ചിലതിൽ ക്യാരോട്ടിൻ ഉണ്ടാകും, ചിലതിൽ പർപ്പിൾ കളർ കിട്ടുന്ന വർണ്ണകമുണ്ടാകും. അങ്ങനെ ഇതിൽ ഈ ഒരു ഗുണത്തിനനുസരിച്ച് ചിലത് ഗുണങ്ങൾ സന്നിവേശിപ്പിച്ച് ഉൽപ്പാദിപ്പിച്ചതും ഉണ്ട്. അപ്പം ഇതിലൊക്കെ വൈറ്റമിൻ എ, സി എന്നിവ ധാരാളമുണ്ട്. എന്നാൽ പൊട്ടറ്റോയിൽ, അതായത് നമ്മുടെ സാധാരണ ഉരുളക്കിഴങ്ങിൽ അയണും പൊട്ടാസ്യവുമാണ് കൂടുതലായിട്ടുള്ളത്. ഫൈബർ, ആന്റി ഓക്സിഡന്റ് ഇതൊക്കെ കൂടുതലായിട്ടുള്ളത് മധുരക്കിഴങ്ങിലും. അപ്പം ഇതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു താരതമ്യം എന്ന് പറയുന്നത്. ഗ്ലൈസിമിക് ഇൻഡെക്സ്, അതായത് ഗ്ലൂക്കോസ് ലെവല് ശരീരത്തിൽ ഉണ്ടാക്കാനുള്ള കഴിവ് മധുരക്കിഴങ്ങിൽ ഇത്തിരി കുറവാണ്. അപ്പം നമ്മുടെ ആരോഗ്യസ്ഥിതി പോലെ കഴിക്കാം എന്ന് മാത്രമേ ഇതിനെപ്പറ്റി പറയാനുള്ളൂ. അപ്പം മധുരക്കിഴങ്ങ് വേവിച്ചെടുക്കുക, എന്നിട്ട് ഒരു പച്ചമുളകും സവാളയും ഇത്തിരി മല്ലിയിലയും അരിഞ്ഞോ ചോപ്പ് ചെയ്തോ ഇതിലേക്ക് ഇടാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഷ്ടമെങ്കിൽ ജീരകപ്പൊടി, കുറച്ച് എള്ള്, വെളുത്തതാവാം കറുത്തതാവാം, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊക്കെ നന്നായിട്ട് യോജിപ്പിക്കാം. ഒപ്പം ഇത്തിരി മുത്താറിപ്പൊടിയും ഗോതമ്പ് പൊടിയും ചേർക്കാം. ഇനി മുത്താറിപ്പൊടി തന്നെ വേണമെങ്കിൽ അങ്ങനെ ആവാം, ഗോതമ്പ് പൊടിയാണെങ്കിൽ അങ്ങനെയും ആകാം. അതൊക്കെ നമ്മളുടെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ച് കലക്കിയാൽ ദോശ പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് പൊറോട്ട പോലെ, ചപ്പാത്തി പോലെ പരുവത്തിൽ കുഴച്ചതിന് ശേഷം അതുപോലെ ചുട്ടെടുക്കുകയും ആവാം. കുറച്ച് ബട്ടറോ നെയ്യോ ഒക്കെ ചേർത്ത് ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല രുചിയാണ്. അതുപോലെ തന്നെ നല്ലെണ്ണ ചേർത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് ചുട്ടെടുക്കാം. ഒരു നല്ല എരിവും പുളിയും ഒക്കെ കൂടിയുള്ള ഒരു ചട്നിയും കുറച്ച് തൈര് സാലഡും ഉപയോഗിച്ച് ഇത് കഴിക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം, കുട്ടികൾക്കും ഇഷ്ടമാകും. ലഞ്ച് ബോക്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. രുചിക്കൂട്ട്. നിർവഹണം ലീന.